നമ്മുടെ ജീവിതത്തിന്റെ സേഫ്റ്റി പോകുമ്പോൾ, നമ്മുടെ ജീവിതത്തിന്റെ സുരക്ഷിതത്വം പോകുമ്പോൾ, ഒരു സാമ്പത്തികമായ ഉറപ്പില്ലാതെ വരുമ്പോൾ, നമുക്ക് ഭൗതികമായ ഒരു സാമൂഹികമായ ഉറപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാതെ വരുമ്പോൾ, അരക്ഷിതാവസ്ഥകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ ഭയങ്കര ടെൻഷൻ ആവും, നമ്മൾ ഭയങ്കര ആകുലചിത്തരാകും. പക്ഷെ നമ്മൾ അപ്പം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, ഈ സത്രത്തിൽ നിന്ന് പുൽക്കൂടിലേക്ക് പോയ ഈശോയ്ക്ക് കിട്ടിയ വേറൊരു എക്സ്പോഷറുണ്ട്. ജീവിതം അടുത്ത ലെവലിലേക്ക് മാറുകയാണ്. അങ്ങനെ യൗസേപ്പ് പിതാവിന്റെയും പരിശുദ്ധ അമ്മയുടെയും ജീവിതം അടുത്ത ലെവലിലേക്ക് മാറിയത് സത്രത്തിൽ സ്ഥലം കിട്ടാതെ വന്നപ്പോഴാണ്. അവരുടെ ജീവിതത്തിന്റെ സേഫ്റ്റി പോയപ്പോഴാണ്, സുരക്ഷിതത്വം പോയപ്പോഴാണ്, ഉറപ്പ് പോയപ്പോഴാണ്. നമ്മുടെ ജീവിതത്തിന്റെയൊക്കെ സേഫ്റ്റിയും സുരക്ഷിതത്വവും ഉറപ്പും പോകണം. നമ്മുടെ ബിസിനസ്സുകൾ അടുത്ത ലെവലിലേക്ക് ഉയരണമെങ്കിൽ ഈ സുരക്ഷിതത്വം ഇല്ലാത്ത വഴിയിലൂടെ അത് യാത്ര ചെയ്യണം. നമ്മുടെ പഠനം, നമ്മുടെ ജോലി, നമ്മുടെ ജീവിതത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉയർച്ച ഉണ്ടാവണമെങ്കിൽ ഒരു ചെറിയ ഘട്ടത്തിലെങ്കിലും ഒരു ഉറപ്പില്ലാത്ത പാതയിലൂടെ നമ്മൾ നടക്കാനിടയാവണം. അപ്പൊ ഈ സത്രത്തിൽ നിന്നും പുൽക്കൂടിലേക്കുള്ള യാത്ര, അതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് കേട്ടോ. അങ്ങനെ സുരക്ഷിതത്വമില്ലാത്ത വഴികളിലൂടെ നടക്കുമ്പോൾ ഇത് നമുക്ക് ഓർമ്മയുണ്ടാവട്ടെ. സത്രത്തിലാണ് ഈശോ ജനിച്ചിരുന്നെങ്കിലും ആട്ടിടയന്മാർക്ക് അങ്ങനെ വന്ന് കാണാൻ പറ്റുമായിരിക്കും തോന്നുന്നില്ല. രാജാക്കന്മാർക്കും അത്ര എളുപ്പത്തിൽ ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരികയില്ല. ഈശോ ലോകത്തിലേക്ക് അങ്ങ് പടർന്ന് പന്തലിക്കാനിടയായ ആദ്യത്തെ സംഭവമാണ് അവന് സത്രത്തിൽ ഇടം കിട്ടാതെ വന്നത്. അപ്പം ഇടം കിട്ടാതെ വരുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ലെവലുകളെ അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്തുകയാണെന്ന് ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെ. സത്രത്തിൽ നിന്നും പുൽക്കൂടിലേക്ക് നമുക്ക് മാറാൻ നമ്മുടെ ജീവിതത്തിൽ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ പേടിക്കരുത്, ആകുലപ്പെടരുത്, ധൈര്യമായിട്ടിരിക്കുക. നമ്മുടെ ലെവല് മാറുകയാണ്. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.